ഹലോ, ഇന്ന് ഞങ്ങൾ നോയിഡയുള്ള കൈലാഷ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു കുട്ടി വീഡിയോ ആണ്. നമ്മുടെ വീടിനടുത്തു നിന്ന് 20 മിനിറ്റ്സ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്രോക്സിമേറ്റ് 6 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നക്ഷത്രക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് നക്ഷത്രയെ ഉറക്കിയതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളിവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി നോയിഡ ബോർഡറിലാണ്. ഈ ഒരു നോയിഡ ഏരിയ ഒക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ പഴയ ഓഫീസ് മിസ് ചെയ്തു. പക്ഷേ ഒരുപാട് ചേഞ്ചസ് ആയി കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളായി ഈ ഏരിയയിലോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അങ്ങനെ ദേ നമ്മുടെ ഫൈനലി കൈലാഷ് ഹോസ്പിറ്റൽ നോയിഡയിലോട്ട് എത്തി. അവിടെ വന്നപ്പോഴത്തേന് 18 ആയതേ ഉള്ളായിരുന്നു നമ്പർ. നമ്മൾ പക്ഷേ അപ്പോയിൻമെൻ്റ് എടുത്ത നമ്പർ നമുക്ക് കിട്ടിയത് 64 ആണ്. അപ്പോൾ ഏകദേശം ഒരു 2.5 hours എടുക്കും നമ്മുടെ നമ്പർ ആവാനെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് നക്ഷത്ര ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഉണർന്നിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ പപ്പ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പപ്പയെ കൊണ്ട് മാത്രം അവളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാം. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ വീട്ടിൽ വന്നത്. എന്നിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അനിത ചിറ്റ ഇന്ന് ഓഫീസിൽ പോകാതെ ലീവായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ അനിത ചിറ്റയെ ഏൽപ്പിച്ചിട്ട് നമ്മളിതേ തിരിച്ച് വീണ്ടും ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണേ. പിന്നെ ഈ നോയിഡയിലൊക്കെ റോഡൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് നമ്മൾ വേഗം തന്നെ എത്തുകയും ചെയ്യും. ട്രാഫിക്കൊക്കെ ഈ ഒരു സമയത്ത് കുറവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഗെയിൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തിരക്കൊക്കെ ഒരുപാട് കുറഞ്ഞായിരുന്നേ. പിന്നെ ഞങ്ങളൊരു 5 മിനിറ്റ്സ് എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ നമ്പർ ആയത്. പിന്നെ നമ്മൾ അകത്തേക്ക് കയറി ഡോക്ടറെയൊക്കെ കണ്ടു, മരുന്നൊക്കെ വാങ്ങി. നമ്മുടെ കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളി ഡോക്ടേഴ്സിൻ്റെയും നേഴ്സിൻ്റെയും പിന്നെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൻ്റെയൊക്കെ വില. ഇവിടെ ഒരുപാട് മലയാളി ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടേക്കൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ഡോക്ടർ മലയാളിയാണോ നഴ്സ് മലയാളിയാണോ, എങ്കിൽ നമുക്കൊരു സമാധാനമാണ്. നമ്മുടെ രീതിയിലുള്ള ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതേ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നക്ഷത്രയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണേ. ബൈ.